ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 71. സ്ലീഹന്മാരുടെ നടപടി 6-ാമത്തെ അധ്യായം. അക്കാലത്ത് ശിഷ്യന്മാർ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിനം പ്രതിയുള്ള വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പെരുപെരുത്തു. 12 പേർ ശിഷ്യന്മാരുടെ സമൂഹത്തെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് തീൻമേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല. അതിനാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരും സുസമ്മതരുമായ 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവരെ ഞങ്ങൾ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കുന്നതായിരിക്കും. ഈ വാക്ക് സമൂഹത്തിനൊക്കെയും ബോധ്യമായി. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോറോസ്, നിഖാനോർ, തീമോൻ, പർമേനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തെരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരുടെ മുമ്പാകെ നിർത്തി. അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വെച്ചു. യെറൂസലേമിലെ ശൈശവ സഭയിലെ അംഗങ്ങൾ എല്ലാവരും ഇസ്രായേലിൽ നിന്നുള്ളവരായിരുന്നു, യഹൂദരായിരുന്നു. അവരിൽ ചിലർ ഗ്രീക്കുകാര്, യവനരും ചിലര് ഹെബ്രായരുമായിരുന്നു. എല്ലാവരും ഇസ്രായേലരാണ്. പക്ഷെ ചിലരെ ഹെബ്രായരെന്നും ചിലര് ഗ്രീക്കുകാരെന്നും വിളിച്ചു. റോമാശ്രമയത്തിലുടനീളം ഉണ്ടായിരുന്ന യഹൂദ അധിവാസ സ്ഥലങ്ങളിൽ നിന്ന്, കോളനികളിൽ നിന്ന് യെറൂസലേമിലേക്ക് വന്ന ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന പരദേശി യഹൂദരെയാണ് ഇവിടെ ഗ്രീക്കുകാര് അഥവാ യവനർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദര്, അവരെയാണ് ഗ്രീക്കുകാർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും യഹൂദരാണ്, പക്ഷെ അവർ ഗ്രീക്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവർ സംസാരിക്കുന്ന അരാമിയ ഭാഷയാണ്. ഈ യവനരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവർ എന്ന് അവർ വിളിക്കാറുണ്ട്. യോഹന്നാൻ 7:35. വിദേശത്ത് ചിതറിക്കപ്പെട്ടവർ എന്ന് വിളിക്കാറുണ്ട്. യാക്കോബ് 1:1, പത്രോസ് 1:1. അതായത് യഹൂദ കോളനികൾ റോമാ സാമ്രാജ്യത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ യെറൂസലേമിലെ സഭയില് ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദരുണ്ട്, ഹീബ്രു അല്ലെങ്കിൽ അരാമിയ സംസാരിക്കുന്ന യഹൂദരുണ്ട്. അവർ തമ്മിലാണ് തർക്കം. പെന്തക്കോസ്ത് ദിനത്തില് പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവരിൽ പലരും ഈ ഗണത്തിൽ നിന്നുള്ളവരായിരുന്നു, ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദര്. കർത്താവിനെ കാണാനും അവർ വരുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ അവർ ഹീബ്രു ഭാഷ വായിക്കുകയോ അരാമിയ ഭാഷ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. പകരം പഴയ നിയമത്തിന്റെ സെപ്തിയന്ത് പരിഭാഷയാണ്, പാഠാന്തരമാണ് അവർ വായിച്ചിരുന്നത്. ആദിമസഭയുടെ ബൈബിളായിരുന്നു ഈ സെപ്തിയന്ത് പരിഭാഷ. പാലസ്തീനായിൽ സ്ഥിരതാമസമാക്കിയവരും അരാമിയ ഭാഷ സംസാരിച്ചിരുന്ന യഹൂദരെയാണ് ഹെബ്രായർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദിമസഭയിൽ എല്ലാവരും ഇസ്രായേലരായിരുന്നു. അതിൽ ഒരു കൂട്ടർ ഗ്രീക്കുകാരനും ഒരു കൂട്ടർ ഹെബ്രായരെന്നും വിളിക്കുന്നു. ഹെബ്രായർ എന്ന് പറഞ്ഞാൽ പാലസ്തീനായിൽ സ്ഥിരതാമസമുള്ളവര്, അരാമിയ ഭാഷ സംസാരിക്കുന്നവര്. യഹൂദനാണെങ്കിലും അരാമിയ ഭാഷ സംസാരിച്ചില്ലെങ്കിൽ അയാളെ ഹെബ്രായൻ എന്ന് വിളിച്ചിരുന്നില്ല. യഹൂദനാണ്, പക്ഷെ അരാമിയ ഭാഷ അല്ല സംസാരിക്കണേ എങ്കിൽ ഹെബ്രായൻ എന്ന് വിളിക്കില്ല. ഈ 2 ഗണങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഉരസലകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാരണത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന വിധവകളോട് വിവേചനം കാണിക്കുന്നതിലാണ് അത് കലാശിച്ചത്. അങ്ങനെ വിധവകളുടെ വിവേചനം കാണിക്കാൻ പാടില്ലെന്ന് നിയമാവർത്തന പുസ്തകം 26:12 മോശ കൽപ്പിച്ചിട്ടുണ്ട്. യാക്കോബ് സ്ലീഹ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 27-ാം വാക്യത്തില്. അപ്പസ്തോലന്മാരെല്ലാവരും ഗലീലിൽ നിന്നുള്ളവരായിരുന്നു. ചിതറിക്കപ്പെട്ട യഹൂദരുടെ കാര്യത്തില് അവർ മനസ്സ് വയ്ക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നു വന്നു. വിവേചനം എന്ന അനീതി അവസാനിപ്പിക്കാനും പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാനും ആദിമസഭ ശ്രമിക്കുകയാണ്. പിന്നീട് ഇക്കാര്യം പ്രയോഗത്തിൽ വരുത്താൻ ചില ചട്ടങ്ങൾക്ക് സഭ രൂപം കൊടുക്കുന്നുണ്ട്. അക്കാര്യം പൗലോസ് ശ്ലീഹ തിമത്തിയോസ് എന്ന മെത്രാൻ എഴുതിയ ലേഖനത്തില്, 1-ാമത്തെ ലേഖനത്തില് 5-ാമത്തെ അധ്യായം 3 മുതൽ 16 വരെ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പരാതി ഉന്നയിച്ചവരെ അപ്പസ്തോലന്മാര്, ശ്ലീഹന്മാര് ഒറ്റപ്പെടുത്തിയോ? ഇല്ല, ഒറ്റപ്പെടുത്തിയില്ല. അവരുടെ പരാതിയിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിച്ചു. സത്യമുണ്ടെന്ന് തെളിഞ്ഞപ്പോൾ അതിന് പരിഹാരം കാണാനായിട്ട് ശ്രമിച്ചു. എത്രയോ വസ്തുനിഷ്ഠമായിട്ടാണ് അപ്പസ്തോലന്മാര് പെരുമാറുന്നത്. മോശെ തന്റെ അധികാരത്തിലെ കുറച്ച് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന രംഗമുണ്ട് പഴയ നിയമത്തില്. നിയമാവർത്തന പുസ്തകം 18:25 ദൈവം അങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ചൈതന്യത്തിൽ കുറച്ച് നീ പകർന്നു നൽകുക. ഇതുപോലെ തങ്ങൾക്ക് ഈശോ മിശിഹായിൽ നിന്ന് കിട്ടിയ നേരിട്ട് ലഭിച്ച അധികാരങ്ങളില് ചിലത് അവര് ഈ ഡീക്കന്മാർക്ക് കൈമാറി കൊടുക്കുകയാണ്. ഇതും ശ്ലൈഹിക പിന്തുടർച്ചയുടെ, അതായത് കൗദാശിക പിന്തുടർച്ചയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് കൈവപ്പ് പ്രാർത്ഥന സൂചിപ്പിക്കുന്നത്.
ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം. 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തില് നമ്മൾ ഇന്ന് കേട്ട തിരുവചന പാഠത്തില് അവസാനത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അവര് തെരഞ്ഞെടുത്തു. അപ്പോൾ അവര് തെരഞ്ഞെടുക്കുന്നതിന്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നെ കാണും. ആത്മാവുള്ളവര്, വിശ്വാസമുള്ളവര്, അതിനൊക്കെ നിറവുള്ളവര്, ജ്ഞാനം നിറഞ്ഞവര്, ആത്മാവ് നിറഞ്ഞവര്, പിന്നെ സമൂഹത്തിന് മുഴുവൻ സുസമ്മതരായിട്ടുള്ള ആളുകള്, അവരെയാണ് തെരഞ്ഞെടുക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ, വിശ്വാസം നിറഞ്ഞ, ജ്ഞാനം നിറഞ്ഞ സുസമ്മതരായ 7 പേരെ. ആ 7 പേർ തെരഞ്ഞെടുത്തിട്ട് വെറുതെ ഒരു സംഘടന പോലെ അല്ല അവിടെ പ്രവർത്തിച്ചത്. അവരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അപ്പസ്തോലന്മാരെ മുമ്പിൽ നിർത്തി. അപ്പസ്തോലന്മാര് പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു. ഈ കൈവപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുന്നത്. അപ്പോ മുമ്പ് പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പറഞ്ഞത് എന്താണ്? അതിന് വേറെ അർത്ഥമുണ്ട്, നമുക്കത് പിന്നീട് കാണാം. ഇവർക്ക് ഈ ഡീക്കൻ ശുശ്രൂഷ, ഡീക്കൻ പട്ടം, ആ ഡീക്കൻ പട്ടം കൊടുക്കുന്നത് കൈവപ്പിലൂടെയാണ്. ഈശോ പരിശുദ്ധാത്മാവിനെ നൽകിയത് ഊതിയിട്ടാണ്. അവസാനത്തെ ശ്വാസം വഴിയാണ്. ആ ശ്വാസം വഴിയാണ് കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ ആ ശ്വാസം അന്ത്യശ്വാസം വലിക്കുമ്പോൾ ആത്മാവിന് കൈമാറുക കൂടിയാണ് ചെയ്തത്. അന്ത്യശ്വാസം വലിക്കുമ്പോൾ കർത്താവ് വെറും മനുഷ്യനല്ലല്ലോ, ദൈവം കൂടിയാണ്. അവന്റെ അവസാനത്തെ ശ്വാസം യേശു സ്നേഹിച്ച ശിക്ഷനെ നൽകിക്കൊണ്ട് ആത്മാവിനെ നൽകി. ഇതാണ് കുരിശിൽ നടന്നത്. പിന്നെ 10 സ്ലീഹന്മാരുടെ മേല് ഊതിയിട്ട്, തിരുവുത്ഥാനത്തിന്റെ അന്ന് ഊതിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്. യോഹന്നാന്റെ സുവിശേഷം 21 മുതൽ 23 വരെ. അന്ന് തോമസ് കൂടെ ഉണ്ടായിരുന്നില്ല. തോമസിന് കർത്താവ് 8 ദിവസം കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് തോമസിന് കുറച്ചുകൂടി എന്താ പറയാ, ഫിസിക്കാലിറ്റിയുള്ള, ശാരീരികതയുള്ള തരത്തിലാണ്. നിന്റെ കൈ കൊണ്ടുവരിക, എന്റെ വിലാപ്പുറത്ത് വയ്ക്കുക. അങ്ങനെ ഈ ഒലിവ് വൃക്ഷത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുന്ന ശാഖ പോലെ തോമസ് ലീഹായെ ഒട്ടിച്ചു ചേർക്കുകയാണ് ഈശോ എന്ന ഒലിവ് വൃക്ഷം, അല്ലെങ്കിൽ ഈശോ എന്ന മുന്തിരിവള്ളി. അപ്പൊ ഒരു ശാരീരികത, ഇങ്ങനെ ഒരു ഫിസിക്കാലിറ്റി, ഊതുക. നിങ്ങളൊന്ന് ഊതി നോക്കിയാൽ ഒരു സ്പർശനമില്ലേ? ഊതി പരിശുദ്ധാത്മാവിനെ നൽകി. അതൊരു അടയാളമാണ്, ഒരു പ്രതീകമാണ്. സ്പർശിച്ചു ഇല്ലേ, ഒട്ടിച്ച് ചേർക്കപ്പെട്ടു, അതൊരു സ്പർശനം, അതൊരു പ്രതീകമാണ്, ഒരു അടയാളമാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തലന്മാര് അവര് പരിശുദ്ധാത്മാവിനെ കൈമാറിയത് ഈ ആരെയാണോ അവര് ഈ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ശിരസില് കൈവച്ചിട്ടാണ്. അപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ പുരോഹിതന്മാരായും സ്ലീഹന്മാരായും അഭിഷേകം ചെയ്യപ്പെട്ട സ്ലീഹന്മാര് കൈവപ്പിലൂടെയാണ് ഈ ഡീക്കന്മാരെ വാഴിക്കുന്നത്. അതിനർത്ഥം അതും ആ ഡീക്കൻ പട്ടവും ശ്ലൈഹിക പിന്തുടർച്ചയുടെ, ശ്ലൈഹിക പിന്തുടർച്ച എന്നുള്ള കൗദാശിക പിന്തുടർച്ചയാണ്. ഈ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പരിശുദ്ധാത്മാവിനെയും കൃപയെയും വർഷിക്കുന്നതിനെയാണ് നമ്മൾ കൂദാശ എന്ന് പറയണേ. പ്രതീകം എന്ന് പറയില്ല. കർത്താവ് പ്രതീകങ്ങളിലൂടെയാണ് കൊടുത്തത്. ഊതി, സ്പർശിച്ചു, ഒട്ടിച്ചു, സ്പർശിക്കാൻ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് പരിശുദ്ധാത്മാവിന് കൈമാറിയത്. അത് തന്നെയാണ് ഈ കൈവപ്പ്. അത് ഈ ഇടമുറിയാത്ത ഒരു ശ്ലൈഹിക പിന്തുടർച്ചയുണ്ട്, ഒരു കൗദാശിക പിന്തുടർച്ചയുണ്ട്. അതിൽ വെച്ചാൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവൂ. അല്ലാതെ ഇങ്ങനെ ഈ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും ചെയ്യുന്ന പോലെ കുറെ ഇങ്ങനെ തുള്ളിയിട്ട് ഭാഷാപരത്തിൽ സംസാരിച്ചാലോ അത്ഭുതം ചെയ്താലോ അല്ലെങ്കിൽ ദർശനം കിട്ടിയാലോ പ്രവചനം വന്നാലൊന്നും അതൊന്നുമല്ല പരിശുദ്ധാത്മാവിന് കൊടുക്കാനുള്ള മാർഗം. ഈ ഇടമുറിയാത്ത ശ്ലൈഹിക പിന്തുടർച്ചയിൽ, കൗദാശിക പിന്തുടർച്ചയിൽ കൈവപ്പിലൂടെയാണ് നൽകപ്പെടുന്നത്. അങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കാനും പറ്റില്ല. ഇല്ലേ, കർത്താവിൽ നിന്ന് അപ്പസ്തോലന്മാരിലൂടെ തന്നെ വരണം, അല്ലാതെ മുറിഞ്ഞു പോയാൽ നടക്കില്ല. അതുകൊണ്ടാണ് വേറെ ചില ആളുകൾ ഇപ്പം KP യോഹന്നാന്റെ സഭയിൽ നിന്ന് വിട്ടുപോയി, പുറത്താക്കപ്പെട്ടു, എന്നിട്ട് കുറച്ചു പേര് കൂടി കൈവപ്പ് പ്രാർത്ഥന. അതുകൊണ്ട് കാര്യമില്ല. തിരിച്ചു വരണം. അവര് കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരണം. ഇപ്പൊ വലിയ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തി വിജയിക്കുന്ന കാണുമ്പോൾ വിചാരിക്കും അവർക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടെന്ന്. തീർച്ചയായിട്ടും ചില കരിസ്മയൊക്കെ ഉണ്ട്, വരദാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്കില്ല. അതിങ്ങനെ മുറിഞ്ഞു പോയാൽ ഉണ്ടാകില്ല. അതുള്ളത് കത്തോലിക്ക സഭയിൽ മാത്രമാണ്. അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യമുള്ള ശ്ലൈഹിക പിന്തുടർച്ചയുള്ള കൂദാശികളുള്ള പൗരോഹിത്യമുള്ള ആ സമൂഹങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട പാഠമാണ്, ശ്ലൈഹിക പിന്തുടർച്ച അല്ലെങ്കിൽ കൗദാശിക പിന്തുടർച്ച എന്ന സംഗതി. വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അപ്പസ്തോലന്മാര്, പുരോഹിതന്മാര്, ശ്രേഷ്ഠന്മാര്, മെത്രാന്മാര്, ഡീക്കന്മാര്, ഇങ്ങനെ ആദിമ സഭയിൽ തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന സഭയുടെ ഒരു ഘടന, ഈ ഭൗതിക ഘടന, അല്ലെങ്കിൽ ഒരു ബാഹ്യ ഘടന ഓൾറെഡി ഉണ്ട്.
അതിന്റെ തെളിവാണ് ഈ കാണിക്കുന്നത് ലൂക്കാസ് ലീഗ. എഴുതപ്പെട്ടത് ഈ ലൂക്കായുടെ സുവിശേഷം എഴുതപ്പെട്ടത് 70-ന് മുമ്പ് ഓർക്കണം, അല്ലെങ്കിൽ 70-കളിലാണ്. അപ്പൊ ആ കാലത്ത് തന്നെ സഭയുടെ ഭാഗ്യഘടന നിലനിന്നിരുന്നെന്ന് തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഈ തിരുവചനങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ കാണാം. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഗൗരവത്തോടെ കാണാം. ഇതിൽ നിന്ന് വേറിട്ട് പോയവർ പഠിപ്പിക്കുന്നതിന്റെ അവരുടെ ഉപരിപ്ലവമായിട്ടുള്ള പഠനങ്ങളും, അതായത് അവർ തെറ്റ് മാത്രമല്ല, ഒരു അപര്യാപ്തമായ പഠനങ്ങളാണ് സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ നൽകുന്നത്. അതും തിരിച്ചറിയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അവരുടെ തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് ആ ചുമതല നമുക്ക് ഉണ്ടെന്ന കാര്യം ഓർക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.